തീർച്ചയായിട്ടും അത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം അങ്ങേറ്റം നിരാശാജനകമാണ്. കേരളത്തിനെതിരാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ വിജയ് അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിലപാടാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത്. കാരണം ഡാം പണിയാൻ അനുവദിക്കില്ല, മാത്രമല്ല വാട്ടർ ലെവൽ കൂട്ടണം, 142 അടിയിൽ നിന്നും 152 അടിയാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സുപ്രീം കോടതി പോലും അനുവദിക്കാത്തത് ഇപ്പോൾ തമിഴ്നാട് ആവശ്യപ്പെടുകയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്നും തുറന്നു സംസാരിച്ച ഒരാളാണ് ഡീൻ കുര്യാക്കോസ് എം പി. ഇപ്പോൾ നമുക്കൊപ്പം അദ്ദേഹം ചേരുകയാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും അടുത്ത ചർച്ചയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? വളരെ അപകടകരമായ ഒരവസ്ഥയിലെത്തി. എന്ന് വെച്ചാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ നീതിയാണ് കേരളം പ്രതീക്ഷിച്ചത്. സ്വാഭാവികമായി നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് രൂപീകൃതമായ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി കേരളത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പ്രതിനിധിയാണ്. 3 പേരുടെ പാനൽ കൊടുത്തു. അതിൽ ഒരാളെ അവരെ തന്നെയാണ് സെലക്ട് ചെയ്തത്. ആ സെലക്ട് ചെയ്യപ്പെട്ട ആളെ ഏകപക്ഷീയമായി വിഡ്രോ ചെയ്തു, കേരളത്തോട് അറിയിക്കാതെ. അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയാണ്. കാരണം കേരളം സുപ്രീം കോടതിയിൽ നിന്നും ഒരു ചെറിയ തിരിച്ചടിയാണ് അന്നുണ്ടായത്. ആ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒരു മേൽനോട്ട സമിതി രൂപീകൃതമായി. ആ മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിൽ സർവൈലൻസ്, ഇൻസ്പെക്ഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ, ഇങ്ങനെ 4 കാര്യങ്ങൾ അവരുടെ നേതൃത്വത്തിലാണ്. പക്ഷേ അക്കാര്യത്തിലും കേരളത്തിന് പരാതിയുണ്ട്. NDSA രൂപീകൃതമായതിനു ശേഷം ആ പറയപ്പെടുന്ന 4 ഡ്യൂട്ടീസും NDSAയുടെ മെയിൻ റെസ്പോൺസിബിലിറ്റിയായി മാറുകയാണ് നിയമം അനുസരിച്ച്. അങ്ങനെ നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള NDSA കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും റെപ്രസെൻറ്റേറ്റീവുമാരെ ക്ഷണിച്ചതിന് ശേഷം അവരെ വെച്ച് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിന് ശേഷം കേരളത്തിൻ്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി വിഡ്രോ ചെയ്തു. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഫെഡറൽ സംവിധാനത്തിൽ ഒരു വിരുദ്ധമായ ഒരു സംഗതിയാണ് നടന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഞാൻ അതുകൊണ്ട് കേന്ദ്ര ജലശക്തി മന്ത്രി ശ്രീ CR പാട്ടീലിന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തയച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയെ പുനഃസ്ഥാപിച്ചുകൊണ്ട്, NDSAയിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് കേരളത്തിന് നീതി ലഭിക്കുന്ന തരത്തിലുള്ള പുതിയ ഡാം നിർമ്മിക്കണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ സ്റ്റാൻഡ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. നിലവിൽ കേരളത്തിൻ്റെ ഒരു സ്റ്റാൻഡ് പറയാൻ ആരുമില്ലാത്തൊരു സാഹചര്യമാണല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രതിനിധിയാണ് പിൻവലിച്ചിട്ട് ഏകപക്ഷീയമായി മറ്റൊരാളെ അവിടെ പുനഃസ്ഥാപിച്ചത്. അത് ശരിയല്ല. അതുകൊണ്ട് കേരളത്തിന് എന്ത് നീതിയാണ് ലഭിക്കാൻ പോകുന്നത്? കേരളത്തിന് ഒരു നീതിയും അവിടെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ഭാഗം പറയാൻ അവിടെ ആളില്ലാതെയായി മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇമ്മീഡിയറ്റായി ഇടപെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട ജലശക്തി മന്ത്രിയുടെ ഇടപെടൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ ഡാം നിർമ്മിക്കാൻ പറ്റില്ല, അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ് തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം അങ്ങേറ്റം നിരാശാജനകമാണ്. കേരളത്തിനെതിരാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ വിജയ് അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിലപാടാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത്. കാരണം ഡാം പണിയാൻ അനുവദിക്കില്ല, മാത്രമല്ല വാട്ടർ ലെവൽ കൂട്ടണം, 142 അടിയിൽ നിന്നും 152 അടിയാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സുപ്രീം കോടതി പോലും അനുവദിക്കാത്തത് ഇപ്പോൾ തമിഴ്നാട് ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഇടുക്കിയടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, 5 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ വളരെ ശക്തമായ ഇടപെടലുണ്ടാവണം. കേന്ദ്ര സർക്കാരിന് മുന്നാകെ ഞാൻ MP എന്നുള്ള നിലയിൽ കത്ത് നൽകിയിട്ടുണ്ട് ജലശക്തി മന്ത്രിക്ക്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ 130 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു ഡാമാണത്. ഇത് പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യപരമാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരം അപകടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ മുന്നിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരടക്കം ഇതിൽ നേരിട്ട് ഇടപെടൽ നടത്തുന്നില്ല? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടപെടൽ ധാരാളമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജലശക്തി മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകൃതമായി. ഇപ്പോൾ ഇപ്രകാരം തർക്കത്തിൽ കിടക്കുന്ന വിഷയങ്ങൾ അവരുടെ അണ്ടറിലാണ്. ഇനിയിപ്പോൾ അവരുടെ കീഴിലാണ്. സ്വാഭാവികമായും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കുന്നു. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തർക്കപരിഹാരം ഉണ്ടാകും. ന്യായമായ കാര്യമാണ്. നമുക്കതിനകത്ത് തെറ്റു പറയാൻ പറ്റത്തില്ല അപ്പോഴത്തെ നിയമം അനുസരിച്ച്. അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് പാനൽ ഓഫ് എക്സ്പേർട്സിൽ നിന്നും നമുക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? നമുക്ക് പുനഃസ്ഥാപിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കേരളം ഒരു ഈ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും അഭിവാജ്യ ഘടകമാണല്ലോ. കേരളത്തെ അങ്ങനെ ഏകപക്ഷീയമായി തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെ പോകാൻ കഴിയും? അപ്പോൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ധാരണ? അത് ദുരൂഹമാണ്. അതിനെ സംബന്ധിച്ച് അവർ നിലപാട് വ്യക്തമാക്കണം.